തിരുനാൾ ആഘോഷം മഹത്തരമാകുന്നത് മഹനീയമായ കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയാണെന്ന് VM സുധീരൻ പറഞ്ഞു. ചിറ്റാടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ 254-ാം കമ്പടി തിരുനാളിന്റെ ഭാഗമായി നടത്തുന്ന വിവാഹ സഹായ പദ്ധതിയുടെയും പ്രതിമാസ പെൻഷൻ പദ്ധതിയുടെയും ഫണ്ട് സ്വീകരിക്കുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു VM സുധീരൻ. ആഘോഷങ്ങൾക്ക് ചിലവാക്കുന്ന തുകയേക്കാൾ കൂടുതൽ തുക കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി ചിലവാക്കുന്നതാണ് ചിറ്റാട്ടുകര പള്ളിയുടെ കമ്പടി തിരുനാളിനെ മറ്റു ഉത്സവങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ആലംബമറ്റവരെയും രോഗികളെയും ചേർത്ത് പിടിക്കുമ്പോഴാണ് ആഘോഷങ്ങൾ ഹൃദയങ്ങളിലും സന്തോഷം നിറയ്ക്കുന്നതെന്നും സുധീരൻ കൂട്ടിച്ചേർത്തു. ഞാൻ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുമ്പോഴൊക്കെ എന്നും എന്നെ അനുഗ്രഹിച്ചിട്ടുള്ള മണ്ണാണ് ചിറ്റാട്ടുകര. ഞാൻ കാണുന്നത് പ്രത്യേകത ആഘോഷം പരിമിതപ്പെടുത്തി ആഘോഷത്തെക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് കാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ്. ഇവിടെ 100 പേർക്ക് പ്രതിമാസം 1000 രൂപ വെച്ച് സഹായധനം നൽകുന്നു. അവരുടെ ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങളൊന്നും നോക്കാതെ അവർ മനുഷ്യപുത്രന്മാരാണ് എന്നൊരൊറ്റ കാര്യം മാത്രം പരിഗണിച്ചുകൊണ്ട് വിവാഹ സഹായ പദ്ധതിയുടെയും പെൻഷൻ പദ്ധതിയുടെയും ഫണ്ട് ജീവൻ ജോയിയുടെ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങിയ സുധീരൻ കാരുണ്യ കമ്മിറ്റി കൺവീനർ ജസ്റ്റിൻ ഫ്രാൻസിസിന് കൈമാറി. ഇടവകാംഗങ്ങളിൽ നിന്നും സ്വരൂപിച്ച 15 ലക്ഷത്തിൽ പരം രൂപ വിവാഹ ധനസഹായമായും ചികിത്സാ സഹായമായും നാനാജാതി മതസ്ഥർക്കാണ് കൈമാറുന്നത്. ഇടവക വികാരി ഫാദർ വിൽസൺ പിടിയത്ത് അധ്യക്ഷത വഹിച്ചു. മറ്റം സെന്റ് തോമസ് ഫൊറോന വികാരി ഫാദർ ഷാജു ഊക്കൻ, ഇടവക സഹവികാരി ഫാദർ ജേക്കബ് പള്ളിപ്പുറത്ത്, ഫാദർ ആന്റണി കണ്ണനായ്ക്കൽ, പെരുന്നാൾ ആഘോഷ കമ്മിറ്റി ചെയർമാൻ PD ജോസ്, ജോയിന്റ് ജനറൽ കൺവീനർ CJ സ്റ്റാൻലി, ട്രസ്റ്റിമാരായ PV പിയൂസ്, PK ആന്റണി, PJ ലിയോ, കൺവീനർമാരായ ജസ്റ്റിൻ ഫ്രാൻസിസ്, ജസ്റ്റിൻ തോമസ്, AD സാജു, KC വിനോയ്, KV ജോഷി എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ്, കേച്ചേരി.